പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയോടും മനുവിൻ്റെ അച്ഛനോടും സത്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് സൂര്യ. അഞ്ജലി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അഞ്ജലിയെ അവർ ചതിക്കുകയായിരുന്നു. അതിനുള്ള തെളിവുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഫോണിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ ഫോണിൽ താനെടുത്ത വീഡിയോ സൂര്യ കാണിച്ചു കൊടുക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് വീട്ടിലുള്ളവർ. സ്വന്തം ശരീരത്തിലേക്ക് പ്രഭ സ്വയം ചായ ഒഴിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. ഇതോടെ അഞ്ജലി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അയാൾ ഇതെല്ലാം പ്രഭ അവളോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചടി പ്രഭയ്ക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൾ ഇനി കാര്യങ്ങൾ ആലോചിക്കണം. എന്നാൽ മാത്രമാണ് അവൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൾ ഇതുപോലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ലതല്ല. അവളെ തിരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതേ തുടർന്ന് ഒന്നും അറിയാത്തതുപോലെ അവിടേക്ക് വരുന്ന മനുവിൻ്റെ അച്ഛൻ പ്രഭയെ വിളിക്കുകയാണ്. പ്രഭയോട് അഞ്ജലി തെറ്റ് ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്നും വെറുതെ ശാസിച്ചാൽ മാത്രം പോരാ എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പ്രഭ. ഇത് കേൾക്കുന്ന അച്ഛൻ ഓക്കെ, അങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യാം, നീ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ പ്രഭയെ തല്ലിയിരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അപ്രതീക്ഷിതമായ അടി പ്രഭയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പ്രഭ എന്തിനാണ് എന്നെ തല്ലിയത് എന്ന് ചോദിക്കുകയാണ്. ഇതോടെ തെറ്റ് ചെയ്തവർക്കാണ് ശിക്ഷ ലഭിക്കേണ്ടത് എന്നുള്ള കാര്യം നീ മറന്നു. അതാണ് ഞാൻ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്തത് എന്ന് പറയുകയും ചെയ്യുന്നു അയാൾ. ഇതോടെ അച്ഛ, ഞാനല്ല, മറിച്ച് എൻ്റെ ദേഹത്തേക്ക് അവളാണ് ചൂട് ചായ ഒഴിച്ചത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക എന്ന് ചോദിക്കുകയും അപ്പോൾ അവളെയല്ലേ ശിക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അവളാണോ തെറ്റ് ചെയ്തത്, നീ ഒന്നുകൂടി ആലോചിച്ചു നോക്കിയേ എന്ന് വ്യക്തമാക്കുന്ന അച്ഛൻ എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പ്രഭ. സത്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് തൻ്റെ കൈവശമുള്ള വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് പ്രഭയ്ക്ക്. ഇതോടെ തൻ്റെ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാകുന്ന അവൾ ആകെ ചമ്മിപ്പോകുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് അവിടെ പ്രഭ സ്വയം ദേഹത്തേക്ക് ചായ ഒഴിക്കുന്ന വീഡിയോ ഇതോടെ വീട്ടിലുള്ള എല്ലാവരും കാണുകയായി. പ്രഭ ചതിക്കുകയായിരുന്നു. മാത്രവുമല്ല, അഞ്ജലിയോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കിട്ടിയ അവസരം അവൾ ഉപയോഗിക്കുന്നത്. ഇത്ര ദുഷിച്ച മനസ്സാണോ നിന്റെ എന്ന് ചോദിക്കുന്ന അച്ഛൻ ഒരിക്കലും എൻ്റെ മക്കളിൽ നിന്ന് ഇങ്ങനെയൊരു ബിഹേവിയർ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിന്നെയൊക്കെ അങ്ങനെയാണോ ഞാൻ വളർത്തിയത്? എന്നാലും ഇവിടേക്ക് വന്നു കയറിയ അഞ്ജലിയോട് തന്നെ നീ ഇത്തരം മോശമായി കാര്യങ്ങൾ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലി മുന്നിലേക്ക് കയറി വരികയാണ്. അച്ഛാ, ചേച്ചിയെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ചേച്ചി അതൊരു പക്ഷേ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതായിരിക്കും. അത് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രഭയോട് എടി കണ്ടുപഠിക്കെ, ഇങ്ങനെയാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ. അല്ലാതെ നിന്റെ വിദ്വേഷവും വാശിയും കാണിക്കുന്നതിന് വേണ്ടി ഒരു അവസരത്തിനായി കാത്തിരിക്കുകയല്ല. നീ കാര്യങ്ങൾ തിരിച്ചറിയണമായിരുന്നു.
ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ പറ്റിയ കാര്യമല്ല നീ ചെയ്തിട്ടുള്ളത്. അത് നിനക്കും എനിക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അഞ്ജലി മോളോട് മാപ്പ് ചോദിക്കുന്നതായി വ്യക്തമാക്കുന്ന അച്ഛൻ ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ മകൾക്ക് കൂടി വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അഞ്ജലി. അച്ഛനൊരിക്കലും എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞ് തടയുകയാണ് അഞ്ജലി. ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും അഞ്ജലിയോടുള്ള മതിപ്പ് കൂടുകയായി. മാത്രവുമല്ല, ഇത് കാണുന്ന മനുവാകട്ടെ കാര്യങ്ങൾ കയ്യിന്നു പോയി എന്ന് തിരിച്ചറിയുകയാണ്. ഇനി എന്തൊക്കെ ചെയ്താലാണ് ഇവരെ ഒന്ന് വിശ്വസിപ്പിക്കാൻ സാധിക്കുക? അച്ഛനെയും അമ്മയെയും വെറുപ്പിക്കാനാണ് ഞാൻ ഇവളോട് പറഞ്ഞത്. ഇതിപ്പോൾ മറിച്ച് എല്ലാവർക്കും ഇവളെ കൂടുതൽ ഇഷ്ടമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പോലും കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന അവർ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ സൂര്യയാകട്ടെ അവളെ എല്ലാവരും സ്നേഹിക്കണം മനുവേട്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നിനക്ക് കാര്യം അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞ് പോവുകയാണ് മനു. ഇതേ തുടർന്നാണ് സൂര്യ ആരാണ് എന്നുള്ള സത്യം മനു തിരിച്ചറിയാൻ പോകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.